عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم. صدق وبلغ رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الصلاة مفتاح الجنة قال رسول الله ഫാറൂഖിന് സയ്യിദ് ഉമർ തന്നാട്ടിൽ വൈമധ്യ നിന്നൊരു പാട്ട് കേട്ടൊരു വീട്ടിൽ കള്ളും കുടിച്ചു രസിച്ചു കൊണ്ടാ പാട്ട് ഉടനെ പറഞ്ഞു തുറക്കടാ നീ പൂട്ട്. പെട്ടെന്ന് വാതിലകത്ത് നിന്ന് തുറന്നേ പുലി പോലെ മീറെ കണ്ടയാൽ വിറക്കുന്നേ. പ്രജയെങ്കിലും കൂഷാതെ ദാ പറയുന്നേ ഒരു തെറ്റ് മാത്രം ചെയ്തു പോയി ഞാൻ തങ്ങളെ. മൂന്നെണ്ണമുണ്ട് തെറ്റ് പറയാൻ നിങ്ങളെ. അനുവാദമില്ല ദിവിടമിൽ കടന്നേ മതിലിന്റെ മീതെ ചാടി നിങ്ങൾ വന്നേ. കതുകിന്റെ പടുതിൽ കൂടി നോക്കി മൂന്നു. ഇത് ന്യായമാണോ തങ്ങളെ പറഞ്ഞേ. വഅലമു ഉമ്മത്ത് സയ്യിദനാ മൗലാനാ മുഹമ്മദ്. ബഹുമാനമുള്ള സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ ജുമൈലി തങ്ങൾ അവരുകളെ, മറ്റു ഇന്നത്തെ പ്രാസംഗികൻ ബഹുമാനപ്പെട്ട ഫാദിൽ ഇക്ബാൽ ഫാദിൽ ഉസ്താദ് അവരുകളെ, മറ്റു മദ്യനടക്ക മദനി എൻ്റെ സുഹൃത്ത് മദ്യനടക്ക മദനി ഉസ്താദ് അവരുകളെ, നീണ്ട ഒരു പ്രസംഗം ഞാൻ പ്രസംഗിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു തആല ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് അതിന് തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ, നാം മനുഷ്യരാണ്. അല്ലാഹു നമ്മെ മനുഷ്യരാക്കി സൃഷ്ടിച്ചു. അതവന്റെ ഔദാര്യമാണ്. ഈ മാനവ സമൂഹത്തെ അല്ലാഹു ഒരു മൃഗമാക്കി സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു മൃഗമാക്കി സൃഷ്ടിച്ചില്ല. മുസ്ലിമായി ജീവിച്ചു മുഅ്മിനായി മരിക്കണം, അതവന്റെ ഭാഗ്യമാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ബഹുമാനികളെ, പറഞ്ഞു വന്നത് ഒരു മഹാൻ പറയുന്നു, ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖുദ് ദുനിയ വഖാഫുൽ ഫിതന നദറു ഫീഹാ ഫലമ്മാ ആലിമു അന്നഹാ ലൈസതു ലിഹയ്യിൻ വാതന ജഅലുഹാ ലുജ്ജത്തും വത്തഖദു സാലിഹുൽ അഅ്മാലി ഫീഹാ സുഫുനാ. ഇന്നലില്ലാഹി തീർച്ചയായിട്ടും അല്ലാഹുവിനെക്കുണ്ട്
ഇബാദൻ ഫൂതന, ചില ബുദ്ധിമാൻ ഉടയിരിക്കുന്ന അടിമകൾ. ദുനിയാവിന് ഒരു തലാഖ് ചൊല്ലി, വഖാഫുൽ ഫിതന, ദുനിയാവിനെ ഫിത്നത്തൊട്ട് അവർ പേടിച്ചു. നദറു, അവർ ചിന്തിച്ചു, ഫിഹാ, ദുനിയാവിന്റെ കാര്യത്തിൽ. ഫലമ്മ ആലിമു, അപ്പോൾ അവർ അറിഞ്ഞു, അന്നഹാ ലൈസതു ലിഹയ്യിൻ വതന, ഇത് ഗുടികെട്ടി താമസിക്കുന്ന സ്ഥലമല്ല ഈ നശ്വരമായ ദുനിയാവ്. അന്നഹാ ലൈസതു ലിഹയ്യിൻ വതന ജഅലുഹാ, മഹാന്മാർ ആക്കി. ആരാണ് മഹാന്മാർ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എല്ലാരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ കറമല്ലാഹു വജ്ഹു എന്നാണ് പറയല്. എന്റെ സഹോദരന്മാരെ, ഇത് ഗുടികെട്ടി താമസിക്കുന്ന സ്ഥലമല്ല ഈ നശ്വരമായ ദുനിയാവ്. ജഹലുആ, അവറാക്കി, ജഅലുഹാ, മആൻമാറാക്കി, ലുജ്ജത്തുൻ, ഒരു ബഹറാക്കി വെച്ചു. ജഅലുഹാ ലുജ്ജത്തുൻ വത്തഖദു, അവർ മാദ്ദ പിടിച്ചു. എന്തിൽ നിന്ന്? നിസ്കാരങ്ങളിൽ നിന്ന്, നോമ്പുകളിൽ നിന്ന്, ഖുർആനോത്തുകളിൽ നിന്ന്, ദിക്റുകളിൽ നിന്ന്, സ്വലാത്തുകളിൽ നിന്ന്, അജ്മീർ ഖുത്ബിയത്തിൽ നിന്ന്, അതേപോലെ തന്നെ ബുർദ മജ്ലിസിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും അവരാക്കി. ജഅലുഹാ, അവറാക്കി, ലുജ്ജത്തുൻ, ഒരു ബഹറാക്കി വെച്ചു. ജഅലുഹാ ലുജ്ജത്തുൻ, ഒരു ബഹറാക്കി വെച്ചു. വത്തഖദു, അവർ മാദ്ദ പിടിച്ചു. എന്തിൽ നിന്ന്? നിസ്കാരങ്ങളിൽ നിന്ന്, നോമ്പുകളിൽ നിന്ന്, ഖുർആനോത്തുകളിൽ നിന്ന്, ദിക്റുകളിൽ നിന്ന്, സ്വലാത്തുകളിൽ നിന്ന് മാദ്ദ പിടിച്ചു. വത്തഖദു സ്വാലിഹുൽ അഖ്മാലി, സ്വാലിഹായ അമലുകൾ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ അവർ ഒരുമിച്ച് കൂട്ടി. ഫീഹാ, ഈ ദുനിയാവിൽ, സൂഫുന, കപ്പലാക്കി നിർമ്മിച്ചു വെച്ചു. ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് രക്ഷപ്പെട്ട മഹാന്മാർ, അവരെ കൂടെ ഉല്ലസിക്കാൻ, അവരെ കൂടെ താമസിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഞാനൊരു മാറ്റർ ഉണ്ടാക്കി വന്നിട്ടുമില്ല. പക്ഷെ പെട്ടെന്ന് സയ്യിദ് ഉസ്താദ് പറയുമ്പോൾ എണീക്കൽ അത്ര നല്ലതല്ല മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ അല്ലാഹുവിനെ കൊണ്ടും അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ച കൂട്ടരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനേക്ക് തഖ്വ ചെയ്യണം. ഹഖ്ഖ തുഖാതിഹി, അതിന്റെ ക്രമപ്രകാരം, മുറപ്രകാരം നിങ്ങൾ അല്ലാഹുവിനേക്ക് തഖ്വ ചെയ്യണം. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകരുത് കേട്ടോ. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി ജീവിച്ചു, മുഅ്മിനായി മരിക്കണം, അതിന്റെ ഭാഗ്യമാണ്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ കണ്ട്, മുഅ്മിനായിട്ടല്ലാതെ കണ്ട് മരിച്ചു പോകരുത്. അപ്പോൾ മുസ്ലിമായി ജീവിച്ചു, മുഅ്മിനായി മരിക്കണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിനേക്ക് തഖ്വ ചെയ്ത് ജീവിക്കണം, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. എങ്കിൽ മാത്രമേ ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ കഴിയുകയുള്ളൂ. ബറക്കത്തിന് വേണ്ടി ഒറ്റൊരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന ആദ്യം പാടിയത് ഫാറൂഖ് സയ്യിദ് ഉമർ തന്നാട്ടിൽ, വൈമധ്യ നിന്നൊരു പാട്ട് കേട്ടൊരു വീട്ടിൽ. ഒരു കള്ളുകൂടിയന് കണ്ടിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേടിച്ച സംഭവം. ആരാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു? അൽ ഹഖ് യുന്തഖു ലിസാനി ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു നാവിൽ വന്നതെല്ലാം ഹഖാണെന്ന് വിശ്വസിപ്പിച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബിനെ കാണാൻ വേണ്ടി ഫാരിസ് റോമിൽ നിന്ന്, റോം ചക്രവർത്തിയുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. എന്തിനാണ് വന്നത്? മുഹമ്മദിന്റെ ചാരപ്രവർത്തകനായി പ്രവർത്തിക്കുന്ന ഒരു ബാലൻ മക്കത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും, ചോദിച്ചിട്ട് മറുപടി തന്നില്ല എങ്കിൽ കൊന്നുകളയാൻ വേണ്ടി വിചാരിച്ചു വന്നവരാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ഈത്തപ്പന മരത്തിന്റെ അടിയിൽ മന്ദഹാസം കിടന്നുറങ്ങുന്നു.
ഫാരിസ് റോമിൽ വന്ന ആൾക്കാർ ചോദിക്കുന്നു, ഉമറിന്റെ കൊട്ടാരം എവിടെയാണ്, ഉമറിന്റെ ആസ്ഥാനം എവിടെയാണ്, ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. ആ സമയത്ത് അവിടുത്തെ ആൾക്കാർ പറയുന്നു, നിങ്ങൾ പറയുന്ന അങ്ങനെയുള്ള ഉമർ ഇവിടെയില്ല. അള്ളാഹുവിന്റെ ദാസിയായ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരേ ഒരാളുള്ളൂ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. അതാ നിങ്ങൾ നോക്കൂ, അതാ ഈത്തപ്പന മരത്തിന്റെ അടിയിൽ കിടന്നുറങ്ങുന്നു. വന്ന ആൾക്കാരെ കയ്യിൽ എല്ലാ സാമഗ്രികളും ഒരുങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. മുഹമ്മദ് നബിന്റെ ദീന് ഹക്ക് എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ വേണ്ടി വിചാരിച്ചു വന്നവരാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ കിടന്നുറങ്ങുന്ന സമയത്ത് അവർ വിചാരിച്ചു, ചാൻസ് ആണ്, ഏതൊരു ചാൻസ് നമുക്ക് കിട്ടുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ വറയിൽ നിന്ന് അതാ വാള് പോകുന്ന സമയത്ത് ഇരുഭാഗത്തിൽ നിന്നും 2 സിംഹം പ്രത്യക്ഷപ്പെട്ടു. കയ്യിലുള്ള വാള് താഴോട്ട് വീണു. അവരതാ ഗിടുഗിടേ വിറക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞെട്ടിയുണർന്നുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? പരിചയമില്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? ഞങ്ങൾ ഫാരിസ് റോമിൽ വന്ന ആൾക്കാരാണ്. എന്തിനാണ് വന്നത്? മുഹമ്മദ് നബിന്റെ ദീന് ഹക്ക്, ഞങ്ങളുടെ ദീന് ബാത്തിലി എന്ന് പറഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതിലും കേട്ടതിലും അല്ലാഹു ഒരു സ്വാലിഹായ നമ്മളാക്കി തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിന് വിരാമമിടുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.